ജൂലൈ മാസം 31-ാം തീയതി ക്രിസ്തുവർഷം 2024. പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചന പഠനവുമായി, ദൈവവചനത്തിലെ സന്ദേശവുമായി, രക്ഷയ്ക്കുള്ള സന്ദേശവുമായി ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ്. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വന്ദനങ്ങളും അർപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ദൈവവചന വായനയ്ക്കായിട്ട് നാം പഠിച്ചു വരുന്നത് ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ 2-ാം അധ്യായത്തിലുണ്ട്. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിനെക്കുറിച്ച് അല്പം പഠിക്കുകയുണ്ടായി. ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. നമ്മൾ ആത്മീയനായാൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അതിന് പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ള അവനിലെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 13-ാം വാക്യം, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധനും നിത്യനുമായ ദൈവമാകിയാൽ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. ബൈബിൾ പഠനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് 2-ന്റെ 10-ാം വാക്യത്തിൽ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് വെളിപ്പാട്, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന, ദൈവം ആഗ്രഹിച്ച ദൈവിക വെളിപ്പാടുകൾ, മനുഷ്യനെ സംബന്ധിച്ച വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, അത് വെളിപ്പാടിനാൽ ലഭിക്കുന്നു എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ. 12-ാം വാക്യത്തിൽ ഇത് അറിയുവാനായിട്ട് നമുക്കിത് എങ്ങനെ അറിയാനും കഴിയും? ഈ വെളിപ്പാടുകൾ ആത്മാവിനാൽ ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട്, എഴുതപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നോക്കുക. അതിന് നമ്മൾ പ്രകാശനം എന്നാണ് പറയുന്നത്, ഇല്യൂമിനേഷൻ, പ്രകാശനം. നമുക്ക് മനസ്സിലാകുന്നത് അപ്രകാരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ഇതിൽ പ്രാപിച്ചത്. അതിൻ്റെ 13-ാം വാക്യത്തിൽ അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമാർക്കും. അപ്പോൾ ഈ വചനങ്ങളാൽ, ഈ എഴുതപ്പെട്ട വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ദൈവവചനം. അതിൻ്റെ പരിഭാഷ പോലും അല്ല. കാര്യം ഇതിൻ്റെ മൂലഭാഷകൾ അറിയാവുന്ന അവർക്ക് ഇതിൻ്റെ പരിഭാഷയുടെ പരിമിതികളും അത് എങ്ങനെയൊക്കെ സൂത്രത്തിലാണ് പലരും പരാമർശപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനം അത് എപ്രകാരം പരിശുദ്ധം എഴുതപ്പെട്ടു, അതാണ് ദൈവവചനം എന്ന് നമ്മൾ മനസ്സിലായിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നാം കടക്കാം. നാം പഠിച്ചു വരുന്നത് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്: ആത്മീയൻ, ആത്മീയ ജീവിതം, ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ പോരാട്ടം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ആത്മീയ പോരാട്ടം അത് ആത്മീയർക്ക് മാത്രമുള്ളതാണ്. ഒരു പ്രാകൃത മനുഷ്യന്, വീണ്ടും ജനിക്കാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത, പരിശുദ്ധാത്മാവിനാൽ വിവേചിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ
ദൈവകൃപയിൽ ദൈവമുണ്ട് എന്നും അവൻ്റെ ദിവ്യ സ്വഭാവവും ദിവ്യശക്തിയും അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അത് മനസ്സാക്ഷിയിൽ ദൈവം നമുക്ക് നൽകുന്ന, നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു അറിവാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ രക്ഷയെക്കുറിച്ചും പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും നിത്യമായ പ്ലാനെക്കുറിച്ചും എല്ലാ പദ്ധതികളെക്കുറിച്ചും ദൈവിക പദ്ധതികളെല്ലാം നമുക്ക് മനസ്സിലാക്കണം എങ്കിൽ ദൈവവചനം ആവശ്യമാണ്, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യരെ പഠിപ്പിക്കുമ്പോഴാണ് ഒരുപാട് ദുരുപദേശങ്ങൾ കടന്നു വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ആത്മീയൻ എങ്ങനെ ആകുന്നു എന്നുള്ളത് വളരെ കർക്കശമായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ഒരു ക്ലാസ് കൊണ്ടോ അനേക ക്ലാസ് കൊണ്ടോ തീരുന്നതല്ല. ഇത് ദൈവം തന്നെ നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ, ദൈവം നമ്മളിൽ നിന്ന് പ്രവർത്തിച്ച് നമ്മളത് വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ ആത്മീയരായി തീരാൻ സാധിക്കുകയുള്ളൂ. ഒരു ആത്മീയന് മാത്രമേ ദൈവത്തെയും ദൈവത്തിൻ്റെ കാര്യങ്ങളെയും ഈ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 15 വാക്യമാണ് നമുക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 2-15 ആത്മീയൻ സകലതും വിവേചിക്കുന്നു. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ സകലവും വിവേചിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ. അങ്ങനെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തുടർന്ന് നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവ് യേശു ക്രിസ്തു പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ഇവിടെ ക്രിസ്തു യേശുവിലാണ് നമുക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ആത്മീയ വരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സകല ആത്മീയ വരങ്ങൾ, അതിൽ സകലതും എന്ന് പറയുമ്പോൾ അതിലൊന്നിനി കൂട്ടിച്ചേർക്കാനില്ല. എന്തെന്നാണെന്ന് മനസ്സിലാക്കി നമ്മൾ അപ്രകാരം ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മീയൻ എങ്ങനെയാകുന്നു എന്നുള്ളതിന് 1 കൊരിന്ത്യർ ലേഖനം വളരെ ശക്തമായ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 5 വാക്യങ്ങളാണ് അതിനുവേണ്ടി നാം തിരഞ്ഞെടുത്തത്. അവിടെ പരിഭാഷപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: ഞാനും സഹോദരന്മാരും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അതൊരു ആത്മീയ ജീവിതത്തിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനം മാറിപ്പോയാൽ നമുക്ക് ആത്മീയനാകാൻ സാധിക്കുകയില്ല. ഇവിടെ ക്രൈസ്തവ അടിസ്ഥാനം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം വ്യക്തമായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതെന്തോന്നാണ്? അതൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന എന്താണ്? അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. എന്നാൽ അത് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അപ്പസ്തോലന്മാർ വഴിയാണ് നമുക്കത് ലഭിച്ചത്. അത് എഴുതപ്പെടുകയും അത് സൂക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 2-ാം വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ഇതാണ് 1 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അപ്പോൾ ആദ്യമായിട്ട് പൗലോസ് പ്രസ്താവിച്ചത് ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു ആണ് എന്നും ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നും അവൻ കർത്താവാകുന്നു എന്നും, ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഈ പ്രസ്താവനയുടെ പിന്നിൽ, ഈ പ്രസ്താവന നാം വിശ്വസിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. വചനവും പ്രസംഗവും ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനമാണ് ഈ പ്രസ്താവന. ഇതിൻ്റെ പിന്നിൽ, ഈ പ്രസ്താവനയുടെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവം തന്നെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, തന്നെ പുത്രനെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തപ്പെടാൻ തക്കവണ്ണം അതല്ല എങ്കിൽ
അതിൽ ദൈവിക ശക്തിയോ അത് നമ്മളെ വീണ്ടും ജനിപ്പിക്കാനോ നീതീകരിക്കാനോ നമ്മൾ ശുദ്ധീകരിക്കാനോ പ്രാപ്തമല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ഇത് ക്രൈസ്തവ അടിസ്ഥാനമായിട്ട് രണ്ടാമത്തെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, ഒരു പ്രസ്താവനയാണ്. അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ക്രൈസ്തവ അടിസ്ഥാനം ആധാരം ആയിരിക്കുന്നത് ദൈവശക്തി തന്നെയാണ്. അത് വചനവും പ്രസംഗവും, അത് ഒരു വചന ശുശ്രൂഷയിലൂടെയാണ് അത് നടക്കേണ്ടത്. ആദിമകാലത്ത് പുതിയ നിയമം എഴുതുന്നതിന് മുമ്പായി അത് വാമൊഴിയായിട്ട് അപ്പസ്തലൻ പറഞ്ഞ കാര്യങ്ങൾ അതായിരുന്നു അതിൻ്റെ ആധാരം, അതിൻ്റെ അടിസ്ഥാനം. ക്രൈസ്തവ വിശ്വാസം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ഗലാത്യർ 3-2 പൗലോസ് ചോദിക്കുന്നു. അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ കേൾവിയാലോ. അതിൽ കേൾവി വളരെ പ്രധാനമാണ്. കേൾക്കണം, അതിനുവേണ്ടി കർത്താവ് വിളിക്കണം. ആ വിളി സുവിശേഷം എന്ന ഒരു പ്രസ്താവനയിലൂടെയാണ്. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ആ പ്രസ്താവനയുടെ പിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ പുത്രനെക്കുറിച്ചുള്ള ക്രൂശി മരണത്തെക്കുറിച്ചുള്ള അത് വാർത്തയാണ്. അത് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മ. അങ്ങനെ പ്രസംഗം വിശ്വസിച്ചവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായിത്തീരുന്നു. ഒരുവൻ എങ്ങനെയാണ് ആത്മീയനാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, പാപപരിഹാരകനായിട്ട് പകരക്കാരനായിട്ട് മരിച്ച കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിക്കുകയോ ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് വിവേചിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആത്മാവുള്ളവരായിത്തീരുമോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കൂ. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുവോ? പരിശുദ്ധാത്മാവ് നിങ്ങൾ മുദ്രയിട്ടവരാണോ? എഫേസ്യർ 1-ാമധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ അവരത് വിശ്വസിച്ചു, അവർ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടു. യോഹന്നാൻ്റെ ലേഖനത്തിൽ സുവിശേഷത്തിൽ എൻ്റെ 7-39 വാക്യം ഞാൻ ഓർക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച് നമ്മളിൽ വസിച്ച് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പെന്തക്കോസ്ത് നാൾ മുതലാണ്. അതിനു പരിശുദ്ധാത്മാവ് നിത്യനാണ്, അവൻ നിത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രവർത്തന രീതികൾ വളരെ വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മൗത്വീകരണവും കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ബലത്തിൽ ഇരുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് അവൻ നമ്മളിൽ വസിക്കുന്നു, മുദ്രയിടുന്നു. അവനാണ് നമ്മുടെ പ്രത്യാശ. അപ്പം അങ്ങനെ പ്രസംഗം വിശ്വസിച്ചവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പ്രക്രിയ കൂടി നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ദൈവ സുവിശേഷം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശു ക്രിസ്തു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായിത്തീർന്നു. അതുവരെ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമം അറിയാത്തവരായിരുന്നു, കേട്ടിട്ട് പോലുമില്ല. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, അവൻ കർത്താവാണ് എന്നുകൂടി, കർത്താവ് എന്നുള്ള പദം വാസ്തവമായിട്ട് ഇംഗ്ലീഷിൽ അത് ലോർഡ് എന്നും ഗ്രീക്ക് ഭാഷയിൽ കൂരിയോസ് എന്നുമാണ്. അത് ദൈവികത്വം കുറിക്കുന്ന ഒരു നാമമാണ്. അങ്ങനെ 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ വിശ്വാസികളെ സംബോധന ചെയ്യുന്നത് അവർ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാണ്. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നാമം വിളിച്ചപേക്ഷിക്കുന്നവരാണ് ക്രൈസ്തവർ. അതുമാത്രമല്ല, വെറും യേശുവിൽ വിശ്വസിക്കുന്നവർ ക്രൈസ്തവരാകാൻ സാധ്യതയില്ല. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ. അത് ഏത് യേശുവാണ്? ഇവിടെ യേശുവിൻ്റെ ആളത്വവും ദൈവികത്വവും തികഞ്ഞ പൂർണ്ണ നാമമാണ്. യേശു കർത്താവാകുന്നു. യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ കർത്താവാണ്. അപ്പോൾ അല്ലാതെ വെറും യേശു എന്താ, ഇതാരാണെന്ന് യാതൊരു ഇതുമില്ല. പഴയ നിയമപ്രകാരം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട യഹൂദനായ നസ്രായനായ യേശുവാണ് ഈ ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടത്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് നാം വിശ്വസിക്കുന്നത്. എന്നാൽ അവൻ കർത്താവ് കൂടിയാണ് എന്നുകൂടി നാം ഓർത്തിരിക്കേണ്ടത് വളരെ
പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് വെറും യേശുവിൽ വിശ്വസിക്കുന്നവർ ക്രൈസ്തവരാകുന്നില്ല. നമുക്കറിയാം ജയിലറോട് അവനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോസ്തലർ 16-ാം അധ്യായത്തിൽ അവൻ ചോദിക്കുകയാണ് അന്ന് പത്രോസിനോടും മറ്റേ അവിടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരോടും, ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാത്രമല്ല യേശു കർത്താവുമാകുന്നു. യേശു കർത്താവ്, ആ കർത്താവ് എന്ന പദം യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ ഇത് വ്യക്തമായി നാം മനസ്സിലാക്കി അത് സുവിശേഷികന്മാർ അത് കൃത്യമായി പറയുകയും അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് യേശു കർത്താവല്ലാത്ത യേശുവിനെ മാത്രം വിശ്വസിക്കുന്ന ഒരുപാട് സഭകളുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യേശുവാണ്, അവൻ ക്രിസ്തുവുമല്ല കർത്താവുമല്ല, പാപവുമില്ല, പാപത്തിനോട് മരിച്ചിട്ടുമില്ല. ഇതേത് ക്രിസ്തുവാണത്? ഇതേത് സഭയാണ്? ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സിദ്ധാന്തങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ വിശ്വസ്തരെ സംബന്ധിച്ച് 6-ാം അധ്യായത്തിലേക്ക് പോകും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇവയെല്ലാം ഭൂതകാലത്തിൽ നടന്നതായി എഴുതിയിരിക്കുകയാണ്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഗ്രീക്ക് ഭാഷയിൽ അത് എയറിസ്റ്റ് ടെൻസ് എന്ന് പറയും. എൻ്റെ ഗ്രീക്ക് പ്രാഗൽഭ്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ല, എന്നാൽ ഇത് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള ആവശ്യമാണ്. നമ്മൾ പ്രാപിച്ചിരിക്കുന്നു, സംഭവിച്ച കാര്യമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു. തുടർന്ന് ഇവരുടെ സഭായോഗങ്ങളിൽ, സഭാ കൂടിവരവുകളിൽ, ഈ കൂടി വരുമ്പോഴാണ് അത് സഭയായി മാറുന്നത്. നമ്മളെല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെ ആരൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതും കർത്താവായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്, അവരെല്ലാം കർത്താവ് യേശു ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലും ഉള്ള ഈ വിശ്വാസികൾ, ഈ അംഗങ്ങൾ, യേശു ക്രിസ്തു ശരീരത്തിൻ്റെ അംഗങ്ങൾ കൂടി വരുന്നതിനാണ് സഭ എന്ന് പറയുന്നത്. കൂടി വരുമ്പോൾ അവർ കൂടി വരുന്നത് ആരുടെ നാമത്തിലാണ്? അവരുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇന്ന് പലരും പള്ളിയിൽ പോകുന്നവരാണ്. പള്ളി അല്ലെങ്കിൽ സഭായോഗത്തിന് പോകുന്നു, സഭയിൽ പോകുന്നു. എത്രയോ ദൈവവചനത്തിന് വിരോധമായ പ്രസ്താവനകളാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭായോഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ അവനെ. അവിടെ ഒരു ശിക്ഷാവിധി, ഒരു ഡിസിപ്ലിൻ, ചർച്ച് ഡിസിപ്ലിൻ നടക്കുകയാണ്. അവിടെ പറയും നിങ്ങൾ കൂടി വരുമ്പോൾ അത് ആരുടെ പേരിലാണ് കൂടി വരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. ജീസസ് ക്രൈസ്റ്റ് ദി ലോർഡ്, ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കർത്താവ് എന്നുള്ളത് നമ്മുടെ ദൈവികത്തെ കുറിക്കുന്നതാണ്, യേശു എന്നുള്ളത് അവൻ്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നതാണ്. എന്നാൽ ഇവൻ ഒരു വ്യക്തിയാണ്, 2 സ്വഭാവങ്ങളുള്ളവനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, മനുഷ്യ സ്വഭാവവും ദൈവിക സ്വഭാവവും. അങ്ങനെ സഭായോഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ അവർ കൂടി വരുന്നു. അതിനുശേഷം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ എന്തുകൊണ്ട് ഈ എഴുതി എന്നുള്ളതിൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പ്രബോധനത്തിനുള്ള ലെറ്ററാണ്, ഒരു എഴുത്താണ്, ഒരു ലേഖനമാണ്. അവർ പ്രബോധിപ്പിക്കാൻ തക്കവണ്ണം AD 51 പൗലോസ് കൊറിന്തിലേക്ക് കടന്നുപോയി. യേശു കർത്താവ് എന്ന് യഹൂദന്മാരോടും ഭക്തന്മാരായ യവനക്കാരോടും പറഞ്ഞു. അനേകർ അത് വിശ്വസിച്ചു പൗലോസിനോട് ചേർന്നു. ഇതാണ് കൊറിന്ത്യയിലെ സഭ. ഈ സഭയിൽ ഈ എഴുത്തെഴുതുന്നത് 57 AD 57 ഏകദേശം 6 വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ഇതിനിടയിൽ ഈ സുവിശേഷീകരണം നടത്തുക മാത്രമല്ല,
ദൈവത്തിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കണം, ഒരുപാട് പേര് ഈ കൊറിന്ത്യയിൽ എനിക്കുണ്ട്. അവരെ 1.5 വർഷത്തോളം, 1 വർഷവും 6 മാസവും അവരുടെ കൂടെ നിന്ന് അവരെ വിവിധ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായില്ല. ഒരു പ്രാകൃത മനുഷ്യനെ പോലെ ജീവിച്ചു തുടർന്നു എന്നുള്ളതാണ് സങ്കടമുണ്ടായ കാര്യം. അതുകൊണ്ട് പൗലോസ് ഇവർക്ക് 6 വർഷങ്ങൾക്ക് ശേഷം എഫേസ്യ എന്ന സംസ്ഥാനത്ത് നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ഈ എഴുത്ത് എഴുതുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, സഭയ്ക്കുള്ള പ്രബോധനം. കാരണം എന്തുകൊണ്ട് പ്രബോധിപ്പിക്കേണ്ടി വന്നു? അവർ അനാത്മീയരായിട്ടാണ് ജീവിക്കുന്നത്. അവർ വിളിച്ചപേക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ യോഗ്യതയ്ക്കൊത്തവണ്ണം അവർ ജീവിക്കുന്നില്ല. അവർ പഴയ കൊറിന്ത്യരെ പോലെ കൊറിന്ത്യയിൽ ജീവിക്കുകയാണ്. അതാണ് അവർക്കുണ്ടായ പ്രശ്നം. ആത്മീയരാണ്, എങ്കിലും പ്രാകൃത മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രബോധനം, ആ പ്രബോധനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുമ്പോൾ അത് ഞാൻ നിങ്ങളെ പ്രബോധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ സമൂലമായ ഒരു വ്യക്തി, അതിൻ്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന പാപിയായ നരകയോഗ്യനായ മനുഷ്യരിൽ നിന്ന് നിത്യതയിൽ ദൈവത്തോടു കൂടി വസിക്കുന്ന ആ വ്യക്തിയാക്കത്തക്കവണ്ണം സമൂലമായ ഒരു വ്യക്തിത്വമാണ്, അതിന് മതിയായ ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം മനസ്സിലാക്കിയിരിക്കാൻ ഓർക്കുകയാണ്. അപ്പോൾ പ്രബോധനം ഒന്ന് കൊറിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ, ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിത് എനിക്ക് വായി തോന്നിയത് പറയുന്നതാണ്. അല്ല. 1-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏകമനസ്സിന് ഏകാഭിപ്രായത്തിന് യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. എത്രയോ ശക്തമായ ഒരു ഉപദേശമാണ്. യേശു വെറും യേശു മാത്രമല്ല, അവൻ കർത്താവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ ക്രൂശിക്കപ്പെട്ടവനാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ 1 കൊറിന്ത്യർ 1-ാം അധ്യായത്തിൽ 10-ാം വാക്യം നമ്മൾ വായിച്ചു. അങ്ങനെ കൊറിന്ത്യ വിശ്വാസികൾ അവർ ആത്മീയരാണ്. ഇവർ ആത്മീയരല്ലെങ്കിൽ പിന്നെ ആരാണ് ആത്മീയർ? ഇവർ കഴിയപ്പെട്ടവരും വിശദീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരുമാണ്. നീതീകരിക്കപ്പെട്ടവർ, വിശ്വാസത്തല്ല നീതീകരണം. അത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് റോമാലേഖനത്തിൽ നിന്നാണ്. അതാണ് അതിൻ്റെ പുസ്തകം. എങ്ങനെയാണ് ഒരു പാപിയായ മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നത്, നീതിമാനായി പ്രഖ്യാപിക്കുന്നത്? അത് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. അബ്രാഹവും ദാവീദും എല്ലാം അതിന് സാക്ഷികളാണ്. അവരെല്ലാവരും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. അങ്ങനെ ഇവർ ആത്മീയരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് താനും. ആത്മീയരെ സംബന്ധിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചു. എന്താണ് നമ്മൾ സംഭവിക്കേണ്ടത് ഈ ആത്മീയ മനുഷ്യനിൽ? നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് തന്നെ സംസാരിക്കുക, ഏക മനസ്സ്, ഏകാഭിപ്രായത്തിൽ യോജിപ്പ് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഭിന്നതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ആരെങ്കിലുമൊക്കെ ഭിന്നിപ്പുണ്ടായിട്ട് പോയോ, അതെല്ലാം ദുരുപദേശക്കാരാണ്. ശരിയായിട്ട് ഒരു സഭയേ ഉള്ളത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. അതിന് നമ്മൾ കാത്തലിക് ചർച്ച് എന്ന് പറയും, യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക സഭ എന്ന് പറയും. അവിടെ അതിന് കാത്തലിക് എന്നോ ഓർത്തഡോക്സോ എന്നുള്ള വിഭാഗമില്ല. തുടക്കത്തിലെല്ലാം ഒറ്റ സഭയായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ യവന സംസ്കാരവും യവന ചിന്തകളും കടന്നു വന്ന് സഭ വിഭജിക്കപ്പെട്ടു. അതാണ് ഇന്ന് കാത്തലിക് എന്നും ഓർത്തഡോക്സ് എന്നും പറയുന്നത്. അത് പ്രധാനമായിട്ടും അതിൽ ഗ്രീക്ക് ഓർത്തഡോക്സാണ് ഏറ്റവും പ്രശ്നക്കാർ. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വവും ഈ ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആത്മീയ ഉത്തരവാദിത്വം, വേറൊരു ഉത്തരവാദിത്തമാണ് 1 കൊറിന്ത്യർ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ആത്മീയൻ സകലത്തും വിവേചിക്കുന്നു. നമ്മൾ വിവേചിക്കണം.
അതേതൊക്കെ തലങ്ങളിലാണ്? സകലവും എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു, അത് മാനസികവും ശാരീരികവും ആത്മീയവും എല്ലാ വിഷയങ്ങളും വിവേചിക്കണം, തീരുമാനമെടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ തീരുമാനങ്ങൾ നമ്മൾ ആയിരുന്നപ്പോൾ, പ്രാകൃതരായിരുന്നപ്പോൾ, നമ്മൾ കർത്താവ് യേശുവിന്റെ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പും അത് വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തായിരുന്നുവോ അതിന് ശേഷം നാം ആത്മീയനായിത്തീരുന്നു. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിത്തീരുന്നു. അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാകുന്നു. അവരെന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളെല്ലാം വിവേചിച്ച് തീരുമാനങ്ങളെടുക്കണം. ചോയ്സസ്. അത് ദൈവം തന്നിരിക്കുന്നൊരു വലിയ ഉത്തരവാദിത്വം. മനുഷ്യരാശിക്ക് ദൈവം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ തീരുമാനങ്ങൾ. അതവന് കൊടുത്തു. അവനോട് പറഞ്ഞു, നിനക്ക് ഏത് വൃക്ഷത്തിൽ നിന്ന് വേണമെങ്കിൽ നിനക്ക് ഭക്ഷണം കഴിക്കാം, തിന്നാം. എന്നാൽ ഈ നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് നിനക്ക് നീ തിന്നരുത്, തിന്നുന്നാൽ നീ മരിക്കും. എന്നാൽ അത് തിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി നാം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും നാം വിവേചിക്കുന്ന വ്യക്തികളാകണം. അതുപോലെ തന്നെ ഈ സകലവും നാം വിവേചിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതം, നമ്മൾ ഏത് പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ, സ്ത്രീ ഒരു പുരുഷനെ, അത് എങ്ങനെ അത് എന്ത് തീരുമാനമായിരിക്കും എന്നുള്ളത് അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ വിവാഹം, കുടുംബം, ദേശീയത, സഭ എന്നുള്ള വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൊരിന്ത്യർ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രബോധനങ്ങൾ ഉണ്ട്. എന്നാൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വിവേചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തക്കവണ്ണം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ 1 കൊരിന്ത്യർ 6:5 അത് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നാമധേയ സഭകളിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. അവിടെ 1 കൊരിന്ത്യർ 6-ാം ഇപ്രകാരമാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് ചോദിക്കുകയാണ്. കാരണം അവിടെ ഭിന്നിപ്പ്, ഇടർച്ച, ഒരു വിശ്വാസി വേറെ വിശ്വാസിക്കെതിരായിട്ട് കോടതിയിൽ പോകുന്നു. ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങൾ. നാമധേയ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഇത് തന്നെയാണ്. ആരാണ് അവരുടെ ആത്മീയത്വം തീരുമാനിക്കുന്നതും? അവർ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് കോടതികളാണ്, അല്ലാണ്ട് ദൈവവചനവും അല്ല. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? കൊരിന്ത്യരുടെ ഇല്ലായിരുന്നു. അവർക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അതാണ് ഉപദേശങ്ങളുടെ വിഷയം. ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഉപദേശങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയരാകണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ ആത്മീയരായി തീരുമ്പോഴാണ് ഇനിയാണ് എനിക്കും ഉപദേശങ്ങളുടെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മധ്യത്തിൽ കാണുന്ന സഭകളിലെ പോരാട്ടങ്ങൾ, കോടതി വിധികൾ, അത് നടപ്പാക്കാത്തതുമൊക്കെ എത്രയോ ലജ്ജാകരമായ വിഷയങ്ങളാണ്. കാരണം എന്താണ്? ഒരു ജ്ഞാനിയില്ലാത്തതുകൊണ്ടാണ്, ദൈവിക ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ദൈവിക ജ്ഞാനം ലഭിക്കുക എന്ത് ചെയ്യണം? നമ്മൾ രക്ഷിക്കപ്പെട്ട് ആത്മാവുള്ളവരായി തീരണം, പരിശുദ്ധാത്മാവുള്ളവരായി തീരണം. എന്നാൽ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിഷയങ്ങൾ നമുക്ക് കൂടുതലായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയും. രണ്ടാമതായിട്ട് നാം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ഒന്ന് ആത്മീയൻ അങ്ങനെയാവുന്നു, അതാണ് നമ്മുടെ വിഷയം. ഈ ആത്മീയ മനുഷ്യൻ്റെ അടുത്ത വിഷയമാണ് ആത്മീയ അനുഗ്രഹങ്ങൾ. എഫേസ്യ ലേഖനം 1-ാം സകല സ്വർഗീയമായ ആത്മീയ അനുഗ്രഹങ്ങളും അതും ക്രിസ്തു യേശുവിലാണെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കൂടാതെ ദൈവമായിട്ട് ബന്ധപ്പെടാനോ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അത് പ്രവർത്തിക്കാനോ അസാധ്യമാണ്, സാധിക്കുകയില്ല. ഇന്ന് പല സഭകളും കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിക്കുന്നവരാണ്. അങ്ങനെയല്ല. അത് അപ്പസ്തോലന്മാരോട് പറഞ്ഞ ഒരു പ്രമാണം മാത്രമായിരുന്നു.
ഇന്ന് അതിൻ്റെ ആവശ്യമില്ല 2000 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ഒരു ആത്മീയ വ്യക്തിക്ക് ഉണ്ട്. അത് എന്തൊക്കെയാണ്? കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് റോമാ ലേഖനം 8-ാം അധ്യായവും 1 കൊരിന്ത്യർ 13 അധ്യായങ്ങളും എല്ലാം നമ്മൾ വായിക്കുമ്പോൾ ആത്മീയ കൃപാവരങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നാം പരിശുദ്ധാത്മാവുള്ളവരായിട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ആത്മീയരായി തീരേണ്ടത് അതാണ് ആദ്യ പടി. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വസിച്ച് നാം ആത്മീയരായി തീരേണ്ടത് ആദ്യം ആവശ്യമാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവമായി സ്തുതിക്കപ്പെട്ടവനെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്പമായിട്ട്. മൂന്നാമതായിട്ട് നമുക്കുള്ളത് ആത്മീയ പോരാട്ടമാണ്. അത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനം, ഇത് 3 ലേഖനങ്ങളും, കൊരിന്ത്യ ലേഖനവും എഫേസ്യ ലേഖനവും, ഇത് രണ്ടും, അത് ഗലാത്യ ലേഖനവും, അങ്ങനെ 13 ലേഖനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ, ദൈവത്തിൻ്റെ അപ്പസ്തോലനായ നിയോഗിക്കപ്പെട്ട പൗലോസ് 13 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 1 കൊരിന്ത്യരും എഫേസ്യ ലേഖനം അതും. അതിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഇതിനു മുമ്പും നാം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും കേട്ടാണ്, കേൾവിയാലാണ് നമുക്ക് വിശ്വാസം വരുന്നത് എന്നും ദൈവവചനം പറയുന്നത് നിങ്ങൾ ഓർക്കുമല്ലോ. അതുകൊണ്ട് കൂടുതൽ കേൾക്കുമ്പോൾ അത് നമുക്ക് ഗുണകരമായി തീരും എന്നുള്ളത് സംശയമില്ല. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അതിൻ്റെ അമിത ബലത്തിലും കീഴ് ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഒരു ആത്മീയ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നിൽക്കുന്നവരായിരിക്കണം, വീഴുന്നവരായിരിക്കരുത്. നമ്മൾ നിൽക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുന്നത് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവും ധരിച്ചുകൊള്ളും. പിശാചിൻ്റെ തന്ത്രങ്ങളോട്, ആ പിശാചിൻ്റെ തന്ത്രങ്ങളാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ശത്രുക്കൾ. അത് വിവേചിച്ച് മനസ്സിലാക്കി ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ടു സ്റ്റാൻഡ്, നേരെ നിൽക്കാനായിട്ട്. ശത്രു നമ്മളോട് എതിർക്കുമ്പോൾ, നമ്മൾ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നേരെ നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് എഫേഷ്യയിലെ വിശ്വാസികളോട് എഴുതുകയാണ്. അതൊരു സർക്കുലർ ലെറ്ററാണ്, ഒരു കാത്തലിക് ലെറ്റർ, സാർവത്രിക സഭയ്ക്കുള്ള ഒരു എഴുത്തൊക്കെ ആയിട്ട് ആണ് പലരും മനസ്സിലാക്കുന്നത്. അത് വാസ്തവമാണ്, എല്ലാം സഭയ്ക്ക് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോരുത്തരും അത് നമുക്ക് ബാധകമാണ്. നമ്മളോട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ഒരു ശത്രു ഉണ്ട്. അത് ആ ശത്രു ഇത് പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. പിശാചാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ ശത്രു. ദൈവത്തിൻ്റെ ശത്രു, സഭയുടെ ശത്രു, ക്രിസ്തുവിൻ്റെ ശത്രു അത് പിശാചാണ്. അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരെ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് ഈ ദുർദിവസത്തിൽ, അപ്പോൾ ഈ ദുർദിവസത്തെക്കുറിച്ച് നാം വായിക്കും, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു, 6 ദിവസം കൊണ്ട് സകലവും ഉളവാക്കി. അങ്ങനെ ദിവസങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ് എഫേസ്യ ലേഖനത്തിലും നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദുർദിവസത്തെക്കുറിച്ച് പറയുകയാണ്. ദുർദിവസം അത് സിംഗുലറാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് ദുർദിവസത്തിൽ നിന്ന് കഴിഞ്ഞ് നിൽപ്പാൻ എന്ന് പറഞ്ഞാൽ ശത്രു എപ്പോഴാണ് നമ്മളെ ആക്രമിക്കുന്നത്, എപ്പോഴാണ് നമ്മൾക്ക് വീഴാൻ സാധ്യതയുള്ളത്, അവിടെ നിൽക്കാൻ തക്കവണ്ണം ആ ദിവസം, അങ്ങനെ വരുന്ന ആ ദിവസം, അങ്ങനെ എത്ര പ്രാവശ്യം വരും എന്ന് ഈ ഭാഗത്ത് എഴുതിയിട്ടില്ല. ഓരോ ദിവസവും നമ്മൾ സൂക്ഷിച്ച് ഈ എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സർവായുധ വർഗം ഉള്ളവരായിരിക്കണം. അപ്പം അങ്ങനെ, എന്നാൽ
ഈ ആത്മീയ പോരാട്ടത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ തിന്മയുടെ ദിനത്തിൽ, അത് ഏകവചനമാണ്, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാൻ. അതുകൊണ്ട് ചെറുത്ത് നിൽക്കുക എന്നുള്ളത് യുദ്ധമുള്ളത് കൊണ്ട്, ശക്തനായ ശത്രു ഉള്ളത് കൊണ്ട് നമുക്ക് നിൽപ്പാൻ തക്കവണ്ണം അതും പ്രത്യേകിച്ച് തിന്മയുടെ ദിവസങ്ങൾ ആയതുകൊണ്ട് അത് നമുക്ക് ആവശ്യമാണ് എന്ന്, ഈ പോരാട്ടത്തിൽ നാം ജയിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്പോൾ തിന്മയുടെ ദിവസങ്ങളാണ്, അത് ബഹുവചനമാണ്. ഇത് എഴുതിയ ആ ആദ്യത്തെ 1 നൂറ്റാണ്ട് കൊണ്ട് സകല സുവിശേഷവും എഴുതപ്പെട്ടു, ലേഖനങ്ങൾ എഴുതപ്പെട്ടു, വെളിപാട് പുസ്തകം ലഭിച്ചു. അങ്ങനെ നമ്മുടെ കാനോൺ ഓഫ് സ്ക്രിപ്ചർ അത് 66 പുസ്തകങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ടു. അത് ആ കാലഘട്ടത്തിൽ തന്നെ പറയുകയാണ് തിന്മയുടെ ദിനങ്ങളാണ്. ശത്രു സ്ഥിരമായിട്ട് നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ആ സമയം വരെ, അത് സംഭവിക്കാൻ പോകുന്ന സമയം വരെ പിശാചിനെ ദൈവം, യേശു ക്രിസ്തു അവനെ പാതാളത്തിൽ, അവനെ അബിസ്, അവിടെ അവനെ റിമാൻഡ് ചെയ്യും 1000 വർഷത്തേക്ക്. അതുവരെ ഈ ശത്രു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുർദിവസത്തിൽ, ഈ തിന്മയുടെ ദിനങ്ങളിൽ അത് നാം ചെറുത്ത് നിൽക്കാനും നമ്മുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും, റിഡീം ദ ടൈം എന്നാണ് അത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് രക്ഷിക്കപ്പെട്ട ആ നാൾ മുതൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം ആത്മീയരായിത്തീരുന്ന ആ നിമിഷം മുതൽ ശത്രു നമ്മളെ നിൽക്കാൻ സമ്മതിക്കാതെ വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ, ആ പോരാട്ടത്തിൽ ഓരോ നിമിഷവും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസവും, ഓരോ ആഴ്ചകളും, ഓരോ വർഷങ്ങളും അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ തിന്മ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തോന്നാണ് തിന്മ എന്ന് പറഞ്ഞാൽ? ഈവിൾ, കക്കോസ് എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തോന്നാണ് ഈ തിന്മ എന്ന് പറഞ്ഞാൽ? എളുപ്പത്തിൽ മനസ്സിലാക്കും, ദൈവഹിതത്തിനെതിരായി ഇതെല്ലാം തിന്മയാകുന്നു. ദൈവം ആണ് സൃഷ്ടാവ്, അവൻ പരിശുദ്ധനാണ്, പരിപാലകനാണ്. അവൻ്റെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള എല്ലാം തന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും, പാപിയായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് തിന്മയാണ്. എന്നാൽ തിന്മയുടെ അതിൻ്റെ മൂലകാരണം ആരാണ്, നമ്മൾ ഇങ്ങനെയാണത് മനുഷ്യനിലേക്ക് കടന്നു വന്നതെന്നെല്ലാം നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, ഏകമനുഷ്യനിൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അത് ആദാമിൻ്റെ പാപത്താലാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്നാൽ ആദാമിൻ്റെ പാപത്തിന് വേറൊരു കാരണം കൂടിയുണ്ട്. പാമ്പ് അത് സർപ്പമാണ്, അത് ചെകുത്താനാണ്, ഡെവിളാണ് എന്നെല്ലാം നമുക്ക് വെളിപാട് പുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തിന്മ എന്നുള്ളൊരു വിഷയം, അത് അതീവമായ തിന്മയുടെ നാളുകളാണ് നാം ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അന്ത്യനാളുകളോടുള്ള ബന്ധത്തിൽ, കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്കായി വരുന്ന ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ, ഈ ലോകം ട്രിബുലേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഭയാനകമായ 7 വർഷത്തെ മഹാ ഉപദ്രവകാലം എന്നാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തിന്മയുടെ നാളുകൾ അത് പെരുകി വരും. തിന്മ പെരുകി നന്മയില്ലാതെയായിത്തീരുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ഇന്ന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിശക്തമായ തിന്മയുടെ നാളുകളാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ടുള്ള തിന്മ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള തീരുമാനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, സഭയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, അതിനെതിരായിട്ട് തിന്മ പ്രവർത്തിക്കുകയാണ്. അതുമാത്രമല്ല, വിവാഹം എന്നുള്ളത്, ദൈവം ആണും പെണ്ണിനെയാണ് വിവാഹത്തിന് നിശ്ചയിച്ചത്. ആദാമിനായിട്ട് ഔവയെയാണ്, ഒരു സ്ത്രീയെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മൗലികമായിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് തിന്മ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
നമ്മൾ ആത്മീയരാകാനായിട്ട്, ആത്മീയ അനുഗ്രഹങ്ങളുള്ളവരായിട്ട്, ആത്മീയ പോരാട്ടത്തിന് നമ്മൾ യോഗ്യതയുള്ളവരായിട്ട് തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ അതീവ തിന്മയുടെ നാളുകളിൽ നാം ദൈവവചനത്തിലേക്കും തിരിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവെന്നും ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നും യേശു കർത്താവെന്നും നാം വിശ്വസിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമേ പരിണമിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.